ഹലോ ഹായ്, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്ക് കോഡിംഗ് പഠിക്കാനും അതേപോലെ തന്നെ കുത്തിത്തിരിവ് ഉണ്ടാക്കാനും പറ്റിയ ഒരു ആപ്പാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബ കോടതിയൊക്കെ യൂട്യൂബ് എന്ന് പറയുന്നത്. മകൾ ആരുടെയെങ്കിലും ഒക്കെ ഒപ്പം ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ യൂട്യൂബിലിടുന്നു, ഭർത്താവ് വന്ന് ചീത്ത പറഞ്ഞ് യൂട്യൂബിലിടുന്നു, ഭാര്യയെ പ്രാങ്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ് യൂട്യൂബിലിടുന്നു. ഇന്ന് യൂട്യൂബ് എന്ന് പറയുന്ന അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് ഓഡിയൻസ് ഉണ്ട്, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ വീഡിയോസ് ഒരുപാടുണ്ട്, ഒരുപാട് എന്റർടൈൻമെന്റ് വീഡിയോസ് ഉണ്ട്. വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. 2005 വരെ നമുക്ക് വീഡിയോസ് കാണാൻ ഇന്റർനെറ്റിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഹിമാലയൻ ടാസ്ക്. കാരണം വീഡിയോ ഷെയർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാണ്. അവിടെ പോയിട്ട് വീഡിയോ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോഡാവുക, അത് കാണാൻ സോ ഡിഫിക്കൽട്ട് ആയിരുന്നു. നമ്മളിപ്പോ പറയുന്ന പോലെ ഒന്നല്ല, നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതിൽ അപ്പുറമായിരുന്നു. ആൻഡ് നൗ നമുക്കത് ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ 3 പേരില്ലേ, ഇവരാണ് വീഡിയോ ഷെയറിംഗ് രംഗത്ത് ഒരു മോണോപോളി സൃഷ്ടിക്കണം എന്നുള്ള രീതിയിൽ നമ്മുടെ ഇവിടെ യൂട്യൂബ് സൃഷ്ടിച്ചത് എന്ന് ഞാൻ പറഞ്ഞാൽ നോ ഐ ആം ജസ്റ്റ് കിഡിങ്. ആക്ച്വലി ഇവരെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച ഒരു ഡേറ്റിംഗ് ആപ്പ് ആയിരുന്നു. യെസ്, നമ്മളിപ്പോ ഇന്ന് കാണുന്ന ടിൻഡർ ഒക്കെ പോലുള്ള ഒരു ഡേറ്റിംഗ് ആപ്പ് സൃഷ്ടിക്കുക എന്നുള്ള മൈൻഡിലാണ് യൂട്യൂബ് ആദ്യമായിട്ട് ബിഗിൻ ചെയ്തത്. അന്നൊരു വാലന്റൈൻസ് ഡേ ഒക്കെ ആയ സമയത്ത് മുൻ പേപ്പാൽ എംപ്ലോയീസ് ആയിരുന്ന അവർ 20s അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ബിസിനസ് ഐഡിയാസ് കുറെ ചെകഞ്ഞുകൊണ്ട് അവസാനം ഡേറ്റിംഗ് ആപ്പ് എന്നുള്ള നിലയിലേക്ക് എത്തുകയും ഒരു വാലന്റൈൻസ് ഡേക്ക് ഡേറ്റിംഗ് ആപ്പ് എന്നുള്ള രീതിയിലേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യുന്ന സാധനമാണ് യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ്. യൂട്യൂബ് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഡേറ്റിംഗ് ആപ്പ് എന്ന് വെച്ചാൽ ട്യൂൺ ഇൻ ആൻഡ് ഹുക്കപ്പ് എന്നൊക്കെയായിരുന്നു യൂട്യൂബിന്റെ അന്നത്തെ പേരെന്ന് പറയുന്നത്. ട്യൂൺ ഇൻ ആൻഡ് ഹുക്കപ്പ് ആ ഒരു വെബ്സൈറ്റ് അന്ന് അവർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത ഒരാൾ തിരിഞ്ഞു നോക്കിയില്ല. $20 കൊടുത്താൽ ലേഡീസിന് അതിൽ പ്രൊഫൈൽ പിക്ക് അല്ലെങ്കിൽ പ്രൊഫൈൽ ഡാറ്റ ഇടാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ള രീതിക്ക് കൊടുത്തു. ഒരാൾ തിരിഞ്ഞു നോക്കില്ല. ആരും വരാത്ത വെബ്സൈറ്റിൽ $20 കൊടുത്തിട്ട് ആരും പ്രൊഫൈൽ ഉണ്ടാക്കുന്നത്. അവസാനം മനസ്സിലായി ഈ പരിപാടി നടക്കൂല എന്ന് മനസ്സിലായുള്ള അവർ എന്ത് ചെയ്തെന്ന് അറിയോ? ഓക്കെ, ഇതൊന്നും വേണ്ട, നമുക്ക് തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഇതെല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുന്ന രീതിക്ക് മാറ്റാമെന്നുള്ള രീതിയിൽ അവരെല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുന്ന രീതിക്കുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് അതിനെ മാറ്റി. എന്നിട്ടും കാര്യമായിട്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇത് നിർത്താൻ വേണ്ടി പോയി നോക്കിയ സമയത്ത് ഒരാൾ മഞ്ഞോണ്ട് ബോൾ ഉണ്ടാക്കി എറിയുന്ന വീഡിയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അതേപോലെ ഒരാള് ഡാൻസ് കളിക്കുന്ന വീഡിയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പം ഇവര് കരുതി ഓക്കെ, ഇങ്ങനെ എന്റർടൈൻമെന്റ് രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കട്ടെ എന്ന് കരുതിയിട്ട് അവിടെ വെച്ചു. പയ്യെ അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടാൻ തുടങ്ങി. ആ വീഡിയോസ് കാണുന്ന ആൾക്കാരുടെ എണ്ണം കൂടാൻ തുടങ്ങി. പതിയെ ആൾക്കാർ എന്ത് വീഡിയോസ് വേണമെങ്കിലും യൂട്യൂബിൽ അല്ലെങ്കിൽ യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡിലേക്ക് എത്താൻ തുടങ്ങി. പല വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റുകളിൽ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യപ്പെടാൻ തുടങ്ങി. ഒരു ഡേറ്റിംഗ് ആപ്പ് എന്നുള്ള നിലയിൽ നിന്നും ഒരു വീഡിയോ ഷെയറിംഗ് ആപ്പ് എന്നുള്ള നിലയിലേക്ക് പയ്യെ മാറി തുടങ്ങിയിരുന്നു. ഇതിലൊരു ലാർജ് പൊട്ടൻഷ്യൽ കണ്ടിട്ടുള്ള അവര് എന്ത് ചെയ്തു, ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ട് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊണ്ടുവന്നു. വീഡിയോസിന് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാവുന്ന ഒരു ഓപ്ഷനൊക്കെ കൊണ്ടുവന്നു. അതിന് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടാൻ തുടങ്ങി. അതിൽ ഇവര് ആഡ് കൊണ്ടുവരാൻ തുടങ്ങി. കൊണ്ടുവരുന്ന ആഡിൽ ഒരു റവന്യൂവിന് പങ്ക് ആൾക്കാർക്ക് കൊടുക്കാനൊക്കെ തുടങ്ങി. സോ ഇതിൽ വീഡിയോ ഇടുന്ന ആൾക്കാരുടെ എണ്ണം കൂടാൻ തുടങ്ങി. ഇതിൽ വീഡിയോസ് ഇട്ടാൽ ആഡ് കാണുന്നതോടുകൂടെ തന്നെ റവന്യൂ നമുക്കും കൂടെ കിട്ടും. അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ റവന്യൂ കിട്ടുന്ന തിരിച്ചറിഞ്ഞ ആൾക്കാർ ഇതിൽ കൂടുതലായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. യൂട്യൂബിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കൂട്ടർ എന്ന് പറയുന്നത് ഗൂഗിൾ ആയിരുന്നു. സോ ഇതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയുള്ള ഗൂഗിൾ 1.6 മില്യൺ കൊടുത്തിട്ട് യൂട്യൂബിനെ അവരുടെ ഭാഗമാക്കി എന്നുള്ളതാണ്. അങ്ങനെ യൂട്യൂബ് ഒരു ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ എന്നുള്ള രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ പ്രശ്നം വരിക, ഇവരിങ്ങനെ ആൾക്കാർ തോന്നിയ പോലെ വീഡിയോസ് ഇടുകയല്ലേ. ഈ വീഡിയോസിൽ പലതും പല TV ചാനൽസും ക്രിയേറ്റ് ചെയ്ത വീഡിയോസ് ആയിരുന്നു. അങ്ങനെ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഇതിലേക്ക് വരിക എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് കേസുകൾ യൂട്യൂബിൽ വരാൻ യൂട്യൂബ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് അവർക്ക് പുതിയൊരു ഐഡിയ വന്നത്. അങ്ങനെ അവർ പുതിയൊരു ടൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, കണ്ടന്റ് ID എന്ന് പറഞ്ഞിട്ട്. ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിനും ഓരോ ID കൊടുക്കുക. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആധാർ കാർഡ് കൊടുക്കുന്ന പോലെ ഓരോ വീഡിയോസിനും ഓരോ ID കൊടുക്കുക. സോ ആ വീഡിയോസ് വേറെ എവിടെ യൂസ് ചെയ്താലും യൂട്യൂബിൽ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ അവർക്ക് കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഒഴിവാക്കാൻ പറ്റും എന്ന് അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ പയ്യെ യൂട്യൂബ് വീണ്ടും വളരാൻ തുടങ്ങി എന്നുള്ളതാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ടോപ്പായിട്ട് നിന്നിരുന്ന 3 ചാനൽസ്, ഏതെങ്കിലും ലോകത്തിൽ ഏറ്റവും ടോപ്പായി നിന്നിരുന്ന 3 ചാനൽസിന്റെ വ്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും യൂട്യൂബിൽ ഒരു ദിവസം വരുന്ന വ്യൂസ് ആ 3 ചാനൽസിന്റെ ടോട്ടൽ വ്യൂസിനെയും കടത്തി വെട്ടാൻ തുടങ്ങി എന്നുള്ള നിലയിലേക്ക് ആവാൻ തുടങ്ങിയ കാര്യങ്ങൾ. എന്നാൽ ഇതിന്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി. യൂട്യൂബിന്റെ ഈ ഒരു വളർച്ചയ്ക്കൊപ്പം തന്നെ OTT പ്ലാറ്റ്ഫോമുകളും വളരാൻ തുടങ്ങി, നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ഒക്കെ പോലെ. അപ്പൊ ഇതൊരു പ്രശ്നമാകുന്ന ഒരു യൂട്യൂബ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാലും യൂട്യൂബിൽ തന്നെ സിനിമാസ് കൊണ്ടുവരാൻ തുടങ്ങി. അതിനേക്കാളും ഒരു യൂട്യൂബിലെ പ്രീമിയം ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിലെ നമ്മുടെ കേരളത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ജിയോ, മച്ചാനോ, അതേപോലെ തന്നെ M4Tech അല്ലെങ്കിൽ കരിക്ക്, ഇതൊക്കെ പ്രീമിയം ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. അതേപോലെ ലോകത്തിലെ പ്രീമിയം ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് പുതിയ പല ടൂൾസും കൊടുക്കാൻ തുടങ്ങി അവര്. ഉദാഹരണമായിട്ട് പറഞ്ഞു കസ്റ്റമൈസ് തമ്മിലൊക്കെ ആ കാലഘട്ടത്തിൽ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ പയ്യെ അവർ കാര്യം തിരിച്ചറിഞ്ഞു. മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന ഹൈ പൊട്ടൻഷ്യൽ ഉള്ള പുതിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ അവർക്ക് അതൊരു പ്രശ്നം
പ്രശ്നമാവും എന്നുള്ള രീതിക്ക് ഇത് തിരിച്ചറിഞ്ഞ് യൂട്യൂബ് എന്ത് ചെയ്തു, ഈ പോളിസീസ് ഒന്നുകൂടെ പൊളിച്ച് എഴുതി എല്ലാവർക്കും ഈക്വൽ ആയിട്ട് എല്ലാ ബെനിഫിറ്റും കിട്ടുന്ന രീതിക്ക് ആക്കി എന്നുള്ളതാണ്. എല്ലാവർക്കും കസ്റ്റമൈസ്ഡ് തമ്മിൽ യൂസ് ചെയ്യാം, എല്ലാവർക്കും അവരുദ്ദേശിക്കുന്ന രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ള ലെവലിലേക്ക് ആക്കി മാറ്റാൻ തുടങ്ങി എന്നുള്ളതാണ്. പിന്നീട് യൂട്യൂബ് വെച്ചടി വേറെ ലെവലാവാൻ തുടങ്ങി, ആൾക്കാർ കൂടുതൽ ഇൻട്രസ്റ്റോട് കൂടെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് 4000 മണിക്കൂർ വാച്ച് ടൈം, 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ഒരു മോണിറ്റൈസേഷൻ പരിധിയൊക്കെ യൂട്യൂബ് കൊണ്ടുവന്നു. അങ്ങനെ യൂട്യൂബ് ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഒരു മോണോപോളിയായി. ഇന്ന് യൂട്യൂബ് ഒരു മോണോപോളി തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിനെ എതിരിടാൻ ഒരു വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോം വേറെ ഇല്ല എന്നുള്ളതാണ്. യൂട്യൂബിൽ ഓരോ മിനിറ്റിലും ഏകദേശം 300 മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോസ് ആണ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നായിട്ട് അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. ഇന്ന് ലോകത്ത് ഒരു ദിവസം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ എണ്ണം നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ ആ വീഡിയോ മൊത്തം കാണാന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 15 വർഷം എടുത്താലും ആ വീഡിയോ മൊത്തം കണ്ടെടുക്കാൻ പറ്റില്ല. അത്രമാത്രം വീഡിയോസ് ആണ് യൂട്യൂബിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ സിലിക്കൺ വാലിയിൽ ഒരു ഗ്രാജുവൽ തുടങ്ങിയ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു ഡേറ്റിംഗ് വെബ്സൈറ്റ്, ട്യൂണിൻ ആൻഡ് ഹുക്കപ്പ് എന്ന് പറഞ്ഞൊരു ഡേറ്റിംഗ് വെബ്സൈറ്റ് ഇന്ന് യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സാമ്രാജ്യമായി മാറി എന്നുള്ളതാണ്. സ്റ്റോറി ഓഫ് യൂട്യൂബ്. താങ്ക് യു ഫോർ വാച്ചിങ്.